ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കമ്മൽ ഉണ്ടാക്കുന്നതാണ്. അതും നമ്മുടെ ഈ ലേസ് ഫ്ലവർ ലേസ് വാങ്ങിയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ചൊന്നും ഇല്ല, നമുക്ക് എളുപ്പമായിട്ടൊരു ചെറിയൊരു കമ്മൽ ഉണ്ടാക്കാം. ഞാൻ എൻ്റെ മുകളിൽ ഡ്രസ്സിന് വാങ്ങിയ ലേസിൻ്റെ ബാക്കി കഷ്ണം, അപ്പോൾ അവൾക്ക് ആ ഡ്രസ്സിലേക്ക് സെറ്റായിട്ടൊരു കമ്മൽ ഉണ്ടാക്കി തരും വെച്ചെന്ന് വെച്ചപ്പോൾ എന്നാൽ പിന്നെ അത് ഉണ്ടാക്കുന്നൊരു വീഡിയോ എനിക്കിതിൻ്റെ കൂട്ടുകാരുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പോൾ അതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. നമുക്ക് ഈ ലേസ് ഓരോ ഫ്ലവറായിട്ട് വെട്ടിയെടുക്കാം. ഞാനിതിന് മൊത്തം 6 ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു കമ്മലിന് 3 ഫ്ലവർ ഉപയോഗിച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം. അപ്പം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഫ്ലവർ എടുക്കാം. ഈ ഫ്ലവറിൽ ഇതിൽ ഈ 2 പെറ്റൽസ് ഞാൻ വെട്ടി മാറ്റണം. കേട്ടോ, നമുക്ക് ഇതിൻ്റെ ഒരു പെറ്റലിന് പശ തേച്ച് ഈ ഒറ്റത്തെ പെറ്റൽസ് അതിൻ്റെ മേലെ വെച്ച് നമുക്ക് നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് പശ ഒന്ന് ഉണങ്ങാൻ വെക്കാം. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ മാത്രമേ ഞാൻ കളയുന്നുള്ളൂ കേട്ടോ. അതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ പശ തേച്ചൊട്ടിക്കാം. അപ്പം ഇനിയൊന്നും കാട്ടുന്നില്ല, ഈ ഒരു ഫ്ലവറിനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഈ ഫ്ലവറിൽ നന്നായി പശ അപ്ലൈ ചെയ്ത് നമ്മൾ ഒരു പെറ്റിൽ മാത്രം കട്ട് ചെയ്തില്ലേ, ആ ഫ്ലവർ ഇതിൻ്റെ മേലെ വെച്ച് പ്രസ് ചെയ്യാം. ഒന്ന് നമുക്കിതുപോലെ ഒരു വെള്ള ചെറിയ ബീഡ്സ് എടുത്തിട്ട് പശ തേച്ചതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് വെറും ഈ ഒരു സ്റ്റഡ് ബാക്കിൽ ഒട്ടിച്ചത് സ്റ്റഡ് പോലെ ഉപയോഗിക്കാം. ഞാൻ അതിന് ചെറിയൊരു തൂക്കിട്ട് കൊടുക്കുന്നുണ്ട്, അതും കൂടി സെറ്റാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇതാ അതുപോലത്തെ ഒരു ഐപ്പിന്നെടുത്ത് ഈ ഐപ്പിന്നിൽ ഇങ്ങനത്തെ ഒരു മുത്താണ് ഞാൻ കോർക്കുന്നത്. ഈ ബീഡ്സ് ഇട്ട ശേഷം നമ്മളിത് ഈ വെച്ചിരിക്കുന്ന ഫ്ലവർ ഇതിലൂടെ കോർത്തെടുക്കാം. നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് ബെൻഡ് വെച്ച ശേഷം അടിയത്തെ ഫ്ലവറിൻ്റെ ഈ ഹോളിലായിട്ട് കൊളുത്തി കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിത് പ്രസ് ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ സ്റ്റഡ് വെച്ച് കൊടുക്കാം. സ്റ്റഡിന് പശ അപ്ലൈ ചെയ്യുക. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കമ്മലാണ് കേട്ടോ. നമുക്ക് മക്കൾക്ക് സ്റ്റഡ് വെച്ച് ഞാൻ പശ ഒന്ന് ഉണങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. Tata, bye bye, see you tomorrow.